വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഗായത്രിയിലെ അക്ഷരദേവതയായ അന്നപൂർണ. പ്രത്യക്ഷ ജീവിതാവശ്യങ്ങളുടെ പട്ടികയിലെ ഒന്നാമത്തെ വസ്തുവിൻ്റെ പേരാണ് അന്നം. ആഹാരത്തിനാവശ്യമായ ധാന്യങ്ങളും അവയോടനുബന്ധിച്ച മറ്റു പദാർത്ഥങ്ങൾക്കും അന്നം എന്നു തന്നെയാണ് പറയുന്നത്. ഗായത്രിയുടെ ഒരു ശക്തിയാണ് അന്നപൂർണ. അന്നപദാർത്ഥങ്ങൾ മുട്ടുകൂടാതെ ലഭിക്കുന്നത് അന്നപൂർണയുടെ പ്രഭാവം മൂലമാണ്. ഗ്രഹലക്ഷ്മിമാരെ പോലെ സംസ്കാര സമ്പന്നതയും വിവേകബുദ്ധിയും ഉള്ളവരെയും അന്നപൂർണ എന്ന് വിശേഷിപ്പിക്കുന്നു. അങ്ങനെയുള്ളവർ വസിക്കുന്നിടത്ത് ദാരിദ്ര്യം കണി കാണാൻ പോലും കിട്ടുകയില്ല. യാതൊരു ശക്തിപ്രവാഹത്താൽ സാധകന് ആ ഭാവത്തെ അഭിമുഖീകരിക്കേണ്ട അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ സാധിക്കുന്നുവോ അത് ഗായത്രിയുടെ ചേതനാശക്തിയായ അന്നപൂർണയാണ്. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിൽ ക്ഷോഭിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യുന്നില്ല. തൃപ്തിയും സന്തോഷവും ശാന്തിയും നിറഞ്ഞ മനസ്ഥിതി പദാർത്ഥ ബാഹുല്യം മൂലം ലഭിക്കുന്നതല്ല. ഇന്ധനം ലഭിക്കുമ്പോൾ അഗ്നി കൂടുതൽ ആളിക്കത്തുകയാണ് ചെയ്യുന്നത്. ജലമാണ് ശാന്തി പ്രദാനം ചെയ്യുന്നത്. സന്തോഷമാണ് ജലം. സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ സാമാന്യ പൗരൻ്റെ നിലവാരത്തിൽ ആവശ്യങ്ങൾ പരിമിതപ്പെടുത്തണം. അഹന്തതയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വൈഭവങ്ങൾ വാരിക്കൂട്ടി പ്രവേശിപ്പിക്കാതെ ഉന്നതമായ ആദർശം പാലിക്കുകയാണ് വേണ്ടത്. ഇത്തരം സദ്ബുദ്ധി ഉദിക്കുമ്പോൾ തന്നെ പക്കലുള്ള ജീവിത സമ്പത്തുകൾ കുറവില്ലെന്നും അവ പര്യാപ്തമാണെന്നുമുള്ള ബോധം ജനിക്കുന്നു. ഇതിൽ വിഭൂതികളുടെ അക്ഷയ കലവറയാണുള്ളത്. വാസ്തവത്തിലുള്ള ജീവിതാവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടതായ സാധനങ്ങൾ ബുദ്ധിമുട്ട് കൂടാതെ വേണ്ടുവോളം ലഭിക്കുന്നു. ഈ വിഭൂതികളുടെ ഫലമായി മനുഷ്യൻ ഭൗതിക സമ്പത്തുകൾ സംഭരിക്കുകയും വൈഭവങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്നും വിമുഖനാകുന്നു. പകരം തൻ്റെ കഴിവുകൾ ആദർശങ്ങൾ പാലിക്കുന്നതിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു. ഇത് വ്യക്തിത്വം ഉന്നതമാക്കാനുള്ള ഉത്കർഷേച്ഛ ഉയർത്തുകയും ലോകർക്ക് ഗുണകരമായ കാര്യങ്ങൾ സാധിക്കാൻ പുരുഷാർത്ഥം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. സ്രഷ്ടാവിൻ്റെ ഈ വിശ്വോദ്യാനം അധികാധികം മനോഹരവും ആകർഷണീയവുമാക്കി കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും ജയപരാജയങ്ങളെ പറ്റിയുള്ള ചിന്ത കൂടാതെ സദാസമയവും ഉച്ചകോടിയിലുള്ള ആനന്ദം പകർന്നുകൊണ്ടിരിക്കുന്നു. ഈ വിശ്വാസദാർഢ്യത്തിന് അന്നപൂർണ എന്ന് പറയുന്നു. ഗായത്രിയുടെ ഈ അന്നപൂർണാധാര സാധകന് നൈസർഗികമായി സന്തോഷമാകുന്ന സ്വർഗീയാനന്ദത്തിൻ്റെ രസാസ്വാദനം നിരന്തരം പ്രദാനം ചെയ്യുന്നു. ഗായത്രി ഉപാസന മൂലം സാധകൻ്റെ സാമ്പത്തിക നില തൃപ്തികരമായിരിക്കുകയും ധനധാന്യാദികളുടെ കലവറ ഒഴിയാതിരിക്കുകയും ചെയ്യുന്നു. അവർക്ക് കടബാധ്യത ഉണ്ടാകുന്നില്ല. അസന്തുഷ്ടിയുടെ അഗ്നിയിൽ ജ്വലിക്കുകയും മോഹലാലസകളുടെ വലയിൽ കുടുങ്ങി വ്യാകുലപ്പെട്ടു കഴിയുകയും ചെയ്യേണ്ട സ്ഥിതി അവർക്ക് ഉണ്ടാകുന്നില്ല. അലസരും അശ്രദ്ധരുമായി കഴിയുന്നവരാണ് ദരിദ്രന്മാർ. പ്രയത്നതൽപരരായി കഴിയുന്നവർക്ക് പരിശ്രമവും ബുദ്ധിയും പുരോഗമനാത്മകമായ പ്രവർത്തികൾക്കായി ചെലവഴിക്കുന്നവർക്ക് ജീവിതാവശ്യങ്ങൾ നിറവേറ്റാനുള്ള വസ്തുക്കളുടെ കാര്യത്തിൽ അഭാവം അനുഭവിക്കേണ്ടി വരുന്നില്ല. ഈ അന്നപൂർണ പ്രവൃത്തി ഗായത്രി ഉപാസകരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി തീരുന്നു. അന്നപൂർണ പ്രവൃത്തിയുടെ മറ്റൊരു വശമാണ് മിതവ്യയം. ഉള്ള സാധനങ്ങൾ കൊണ്ട് ശാരീരികവും കുടുംബപരവും പരമാർത്ഥപരവുമായ ആവശ്യങ്ങൾ
സമീകൃതമായി നിറവേറ്റുക എന്നതാണ് മിതവ്യയത്വം. സാമ്പത്തിക സന്തുലനമാണ് സമ്പന്നത. ഇത് ധനരാശിയുടെ അളവിലല്ല, പ്രത്യുത കൂടുതൽ ധനാർജനത്തിനു വേണ്ടി നേരായ വഴികൾ ആരായുകയും അധ്വാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സൽപ്രവണതയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഇത് ഓരോ പൈസയും സൽക്കർമ്മത്തിന് വേണ്ടി ചെലവ് ചെയ്യാനുള്ള മിതവ്യയശീലത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾ തങ്ങളുടെ പരിമിതമായ വരുമാനം ക്രമീകൃതമായ രീതിയിൽ ചെലവ് ചെയ്ത് കാര്യങ്ങൾ നിർവഹിക്കുന്നത് കാണുമ്പോൾ ധനവാന്മാർക്ക് പോലും ഈർഷ്യ ഉളവാകുന്നു. ഈ സ്ഥിതിയുടെ പേരാണ് അന്നപൂർണ. സാധനങ്ങൾ സമ്പാദിക്കുക എന്നത് ഒരു വശവും അവയുടെ ഉപയോഗം മറുവശവുമാണ്. രണ്ടും പൊരുത്തപ്പെടുത്തിക്കൊണ്ടു പോകുമ്പോഴാണ് സമ്പൽ സമൃദ്ധി സംജാതമാകുന്നത്. സമ്പത്തിൻ്റെ ബാഹുല്യമാണ് സമൃദ്ധി എന്നാണ് പൊതുവെ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊരു തെറ്റായ ധാരണയാണ്. ദുർബുദ്ധി നിലനിൽക്കുമ്പോൾ ദുഷ്പ്രയോജനങ്ങൾക്കു വേണ്ടിയേ ധനം വിനിയോഗിക്കപ്പെടുകയുള്ളൂ. തന്മൂലം വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരികയും ചെയ്യുന്നു. സൽപ്രയോജനങ്ങൾക്കു വേണ്ടി സാമഗ്രികൾ സംഭരിക്കാനുള്ള സാമർഥ്യം നേടുവാനും ബുദ്ധിപൂർവമായ ഉപയോഗം മൂലം പരിമിതമായ സാധനങ്ങൾ കൊണ്ടും അതാതു സമയത്തെ ആവശ്യങ്ങൾ സന്തുലിതമായ രീതിയിൽ നടത്തുവാനും സാധിക്കുന്നതിന് ആധാരമായ ദീർഘദൃഷ്ടിക്കാണ് പ്രാധാന്യം. ഈ സദ്ബുദ്ധി എവിടെയുണ്ടോ അവിടെ അന്നപൂർണ എന്നറിയപ്പെടുന്ന സന്തുഷ്ട മനസ്ഥിതിയും പ്രസന്നതയാർന്ന പരിതസ്ഥിതിയും സദാ വാഴുന്നതായി കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.